ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമുക്ക് കുറച്ച് നാട്ടിലെ വിശേഷങ്ങൾ കണ്ടാലോ ഗായ്സ്. നമ്മുടെ വീട്ടിൽ 2-3 റംബൂട്ടാൻ മരങ്ങളുണ്ട് കേട്ടോ. അതെല്ലാം നമ്മൾ നട്ടതാണ്. പക്ഷേ ഇത് വന്നിട്ട് കുരു വീണ് പൊടിച്ച റംബൂട്ടാനാണ് ഗായ്സ്. ഇത് ആദ്യമായിട്ട് കായ്ച്ചതാണ്. ഇപ്രാവശ്യം ഇതിൽ നിറച്ച് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ലീവിന് വരുന്നതിന് മുമ്പേ ഒരു ട്രിപ്പ് കായ്ച്ചതാണ്. അതിനുശേഷം ഉണ്ടായതാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. വന്ന സമയത്ത് തന്നെ കുറേ ഉണ്ടായിരുന്നത് നമ്മുടെ ഏറ്റവും ടോപ്പിൽ നിന്ന് കുറച്ച് പൊട്ടിക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. അതെല്ലാം നമ്മൾ പൊട്ടിച്ച് കഴിച്ചായിരുന്നു. ഇത് വന്നിട്ട് എനിക്ക് വീഡിയോ പിടിക്കാനായിട്ട് നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങുന്ന റംബൂട്ടാൻ, ആ സൈഡിൽ നിന്ന് റംബൂട്ടാൻ പൊട്ടിക്കേണ്ട, എനിക്ക് വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. അങ്ങനെ ഫൈനലി ഇനി ഇത് വെച്ചിരുന്നാൽ കിളിയൊക്കെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഇക്ക പൊട്ടിക്കുകയാണേ. അങ്ങനെ അതാ കണ്ടില്ലേ ഗൈസ്, ഇതുപോലെ കൊല ഇങ്ങനെ റംബൂട്ടാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ എന്തു ഭംഗിയാണല്ലേ നമ്മുടെ റംബൂട്ടാൻ. അപ്പോൾ റംബൂട്ടാനൊക്കെ പൊട്ടിച്ചെന്നാൽ നേരെ കിച്ചണിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. രാവിലെ പല്ലൊക്കെ തേച്ചിട്ട് ആദ്യമായിട്ട് ഈ റംബൂട്ടാനാണ് ഗൈസ് കഴിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്ത റംബൂട്ടാൻ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമല്ലേ. അതിന് നമുക്കൊരു ഇരട്ടി മധുരവും തോന്നുമല്ലേ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഫ്രൂട്ട്സ്, നമ്മൾ നട്ട ഫ്രൂട്ട്സ്, അതൊക്കെ ഒരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ അതുമാത്രമല്ല കേട്ടോ, ഇത് ആക്ച്വലി നല്ല മധുരമുണ്ട് കേട്ടോ ഈ റംബൂട്ടാൻ. ഇത് വന്നിട്ട് സ്വല്പം കൂഴയും കൂടെ മിക്സ് ആയിട്ടുള്ള വരിക്കാണ് കേട്ടോ, കംപ്ലീറ്റ് വരിക്കയല്ല. അതായത് ഈ കുരിന്ന് ഫുള്ള് വിട്ട് വരത്തില്ല. എന്നാലും നല്ല മധുരമാണ് ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബ്ലെൻഡൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്, കുറച്ച് ശുദ്ധവായുവൊക്കെ കയറട്ടെ. അങ്ങനെ ജനലെല്ലാം ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യത്തെ പരിപാടി എന്താ, ചായ ഇടൽ. നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ചായ ഇട്ടിട്ടാണ് കേട്ടോ. കാരണം ഇക്കാക്ക് ചായ കുടിക്കാതെ ഒരു ദിവസം തുടങ്ങത്തേയില്ല. അങ്ങനെ ഞാൻ രാവിലെ ചായ ഇട്ട് റെഡിയാക്കുകയാണ്. ഞാൻ ഇക്കാനെ കല്യാണം കഴിച്ചതിനാണ് ശേഷമാണ് ഗൈസ് എനിക്ക് ഈ ചായപ്രാന്ത് തുടങ്ങിയത്. അതുവരെ ഞാൻ അത്ര വലിയ ടീ പേഴ്സൺ ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഇക്കാൻ്റെ കൂടെ കൂടി ചായ ഇപ്പം എപ്പോൾ കിട്ടിയാലും കുടിക്കുമെന്ന അവസ്ഥയായിട്ടുണ്ട്. പക്ഷേ അത് വന്നിട്ട് കവർ പാലൊന്നും ആവാൻ പാടില്ല കേട്ടോ. ഇതുപോലെ വീടുകളിൽ നിന്ന് വാങ്ങിക്കുന്ന പശുവും പാലില്ലേ, അതാണ് എനിക്കിഷ്ടം. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വീട്ടിൽ നിന്നാണ് നമ്മുടെ പശുവും പാലൊക്കെ വാങ്ങിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പാലൊക്കെ ഒഴിച്ച് ചായയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് വന്നിട്ട് ഞാൻ വാങ്ങിയ മൈക്രോഫൈബറിൻ്റെ റോളാണ് കേട്ടോ ഗൈസ്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. നമുക്കിങ്ങനെ വീണാൽ ടിഷ്യൂ പേപ്പറിൻ്റെ അതേ യൂസാണ്, പക്ഷേ അത് വന്നിട്ട് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വൈബ്സ് ആവും. പിന്നെ വന്നിട്ട് ഇതിങ്ങനെ മാർക്കൊന്നും അവശേഷിപ്പിക്കില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇക്കാക്ക് ചായ ഇട്ടുകൊണ്ട് കൊടുക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും നമ്മളെന്തോ ഇൻ്റർനാഷണൽ കാര്യം സംസാരിക്കുകയാണെന്ന്. അല്ല ഗൈസ്, ചക്ക പഴുത്തോ മാങ്ങ പഴുത്തോ അടുത്ത ചക്ക ഇടാറായോ, ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പിക്. അതെല്ലാം കഴിഞ്ഞ് നേരെ ബേക്കിൽ വന്ന് മുറ്റം ഒന്ന് അടിച്ചു വാരാണ് കേട്ടോ. ഇവിടെ നമ്മൾ നാട്ടിൽ വന്ന അപ്പം തുടങ്ങിയ മഴയാണ് ഗൈസ്. ഇപ്പോൾ എപ്പോഴും മഴയാണല്ലോ, അതുകൊണ്ട് ഇൻ്റർലോക്കെല്ലാം എപ്പോഴും നനഞ്ഞാണ് കിടക്കുന്നത്. പിന്നെ നമ്മുടെ ഇൻ്റർലോക്കിൻ്റെ പെയിൻറ്റും കുറച്ച് പോയിട്ടുണ്ട്. ഇനി നാട്ടിൽ വരുമ്പോഴത്തേക്ക് സ്ഥിരമായിട്ട് വരുമ്പോഴത്തേക്ക് പെയിൻ്റ് അടിക്കാമെന്നാണ് കരുതുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മുടെ ഈ ജൈവവള കമ്പോസ്റ്റ് ഇല്ലേ, അത് റെഡിയാക്കുകയാണ് ഗൈസ്. ഇത് വന്നിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തന്ന സംഭവമാണ് കേട്ടോ. ഇതിനകത്ത് കുറച്ച് ചകിരിച്ചോറ് ഇതുപോലെ വെതറി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ജൈവ വേസ്റ്റ് ഇട്ട് കൊടുക്കണം. അതായത് നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ. നോൺ വെജ് ഐറ്റംസ് ഒന്നും ഇടാൻ പാടില്ല കേട്ടോ. ഞാനിവിടെ നമ്മുടെ മരിച്ചീനയുടെ തോല്, പിന്നെ തേയിലക്കൊത്ത്, അതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇന്ന് നമ്മുടെ കിഴങ്ങ് ഉടച്ചതാണ് ഉച്ചക്കത്തേക്ക് കറിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിൽ വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ മീനുമായിട്ട് വെളിയിറങ്ങിയിട്ടുണ്ട്. ഇന്ന് വന്നിട്ട് അയല മീനാണ് കിട്ടിയത് കേട്ടോ. ഇങ്ങനെ നാട്ടിൽ വരുമ്പോഴല്ലേ ഗൈസ് ഇതുപോലെ നമുക്ക് മീനൊക്കെ കട്ട് ചെയ്ത് വിശാലമായിട്ടിരുന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴുകി കറിയൊക്കെ വെക്കാൻ പറ്റുന്നത്. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു നൊസ്റ്റാൾജിയ പോലെയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ പുറത്തൊരു ഔട്ട് ഹൗസ് ഉണ്ട്. അതിൻ്റെ ബാക്കിൽ ഞാൻ ഇതുപോലെ ഒരു ടാപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയിരുന്ന് നന്നായിട്ട് മീനൊക്കെ കഴുകാം, മീറ്റൊക്കെ കഴുകാം. കാരണം സ്മെല്ലൊന്നും ഇൻ്റർലോക്കിൽ എങ്ങനെ ആയാലും സ്മെല്ല് വരും. അപ്പോൾ ഇവിടെ നമ്മൾ കഴുകി ഒഴിച്ച് കഴിഞ്ഞാൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇന്നത്തെ എൻ്റെ ക്യാമറാമാൻ വന്നിട്ട് ഇക്കയാണ് കേട്ടോ. എൻ്റെ കൂടെ ഇക്ക ഇങ്ങനെ എനിക്ക് വീഡിയോ എടുത്ത് തരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീൻ കട്ടിയാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാനായിട്ട് ട്രൈപോഡ് വെച്ചതാണ് വെളിയിലിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ചോറ് വെക്കാനായിട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ മട്ട റൈസല്ലേ വെക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. ഒരു വിസിലടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മട്ട റൈസ് റെഡി ആവും കേട്ടോ. ഇനി അടുത്തതായിട്ട് മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള കൊച്ചുള്ളി തൊലിക്കുകയാണ്. അപ്പോൾ ഇക്ക വന്നിട്ട് എൻ്റെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മീൻകറിയുടെ അരപ്പ് റെഡിയാക്കുകയാണ്. ഇത് ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റെസിപ്പിയൊക്കെ, അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ മിക്സി കേട്ടോ. അപ്പം നമ്മുടെ കറച്ചട്ടിയിലോട്ട് നമ്മൾ റെഡിയാക്കി അരപ്പൊഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ തേങ്ങ നല്ല ഫൈനായിട്ട് അരക്കത്തില്ല കേട്ടോ, ഇതുപോലെ ഒരു പരപ്പര പോലെയാണ് അരച്ചെടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഉപയോഗിക്കുന്ന പുളിയില്ലേ, അതിനകത്ത് വന്നിട്ട് കുറച്ച് തോടും ഒക്കെ ഉണ്ട്.
അതുകൊണ്ട് ഇങ്ങനെ കഴുകി ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം ഗൈസ്, അല്ലാതെ നമ്മൾ അവിടുത്തെ പോലെ ഡയറക്റ്റ് അരയ്ക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഇതുപോലെ കലക്കി കൊടുത്തതിന് ശേഷം പിന്നെ എന്താ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ട്രിവാൻഡ്രം സൈഡിൽ തക്കാളി ഇടും, മുരിങ്ങയ്ക്ക ഇടും, എന്താ മാങ്ങ ഇടും, എല്ലാം ഇടും കേട്ടോ. ഞാൻ പക്ഷെ അതൊന്നും ഇടുന്നില്ല. തക്കാളിയും പിന്നെ ഇതാണ് ഗൈസ് നമ്മുടെ മീൻ കറിയുടെ ഒരു കീ ഐറ്റം എന്ന് പറയുന്നത്, നല്ല അടിപൊളി മണമുള്ള മുളക്. അതും കൂടെ ഇട്ടതിന് ശേഷം നല്ല അടിപൊളി കരിവേപ്പില ഇട്ട് കൊടുക്കുകയാണേ. ഇത് മറ്റേമാരുടെ വീട്ടിലെ കരിവേപ്പിലയാണ് ഗൈസ്. നല്ല മണമെന്ന് വെച്ചാണ്ടല്ലോ, എനിക്ക് എങ്ങനെ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. ഇനി ഞാനിങ്ങനെ പുറത്തുനിന്ന് ഇവിടെ വന്നിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണോ എനിക്കിങ്ങനെ തോന്നുന്നതെന്നും അറിയില്ല കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മീൻ കറി വെക്കാനായിട്ട് അടുപ്പിലോട്ട് വെക്കാം കേട്ടോ. ഞാൻ ഈ അരപ്പ് തിളച്ചതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ വാൽ കഷ്ണയില്ലേ, അതായത് അയലമീൻ്റെ വാൽ കഷ്ണം എല്ലാം പൊരിക്കാനായിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പൊരിച്ച മീൻ റെഡിയാക്കുന്നത് ഇശുക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇശുക്കുട്ടിക്ക് പൊരിച്ച മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ പൊരിച്ച മീനിന് വേണ്ടിയിട്ടുള്ള മസാലയെല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ആ ഭാഗം ഒന്നും കൂടെ വൈപ്സ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ ഈ വെള്ള ടൈലായത് കാരണം നമ്മൾ എന്തെങ്കിലും വീണാൽ അപ്പം തന്നെ വൈപ്പ് ചെയ്തില്ലെങ്കിൽ ഒരു ചെറിയ കറ പോലെ വരും കേട്ടോ. പക്ഷെ നമ്മളത് ക്ലോറക്സ് വെച്ചിട്ട് തുടയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ വിനാഗിരി വെച്ചിട്ട് തുടയ്ക്കുമ്പോൾ ക്ലീൻ ആവും. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ച ഓയിൽ ജാറാണ് ഗൈസ്. നല്ല അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ നമ്മുടെ മീൻ വറുക്കാനായിട്ട് ഞാൻ വെക്കുന്നുണ്ട് ഗൈസ്. എന്നാ കണ്ടില്ലേ, എന്താ ഇങ്ങനെ നാട്ടിൽ നിന്ന് വന്നിട്ട് മീൻ പൊരിച്ചത്, മീൻ കറി, ചോറ്, കിഴങ്ങ്, ഇതൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് സ്വർഗം പോലെയാണ്, സ്വർഗം. കാരണം പഞ്ചാബിൽ നിന്ന് പരിപ്പ് കറിയും ചോറും രാജ്മയൊക്കെ കഴിച്ച് വായക്ക് മരവിച്ചാണ് നാട്ടിലെത്തിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറച്ച് കറിവേപ്പിലയും ബാക്കിയുള്ള മസാലയും കൂടി ഞാൻ അതിൻ്റെ മുകളിൽ വെതിരി കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മീൻ കറിയെല്ലാം നന്നായിട്ട് അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് അയല മീനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതിൻ്റെ വാൽ കഷ്ണമാണ് വറുക്കാനായിട്ട് എടുത്ത് മാറ്റിയത്. അങ്ങനെ മുഴുവൻ മീനും അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തിളയ്ക്കാൻ വിടുക കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി റെഡിയാവും. അപ്പോൾ നമ്മുടെ മീൻ കറിയും മീൻ പൊരിച്ചതും ചോറൊക്കെയാണ് അവിടെ നിന്ന് റെഡിയാവുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറക്കുമ്പോൾ ഉണ്ടല്ലോ ഗൈസ്, നമ്മുടെ അടുക്കളയിൽ എന്താ മണമെന്ന് അറിയാമോ, മുളകിൻ്റെയൊക്കെ മണമാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി അയല മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. എന്താ കണ്ടില്ലേ, നല്ല ആവി പറക്കുന്ന അടിപൊളി ഫിഷ് ഫ്രൈ, അയല പൊരിച്ചത്. പിന്നെ വന്നിട്ട് നമ്മുടെ കിഴങ്ങില്ല, അതിൽ ഞാൻ മസാലയൊക്കെ അരപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി വെണ്ണ പോലത്തെ കിഴങ്ങായിരുന്നു കേട്ടോ. ഇനി ഞാൻ പോയിട്ട് ഒരു വാഴയിൽ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചിന്ന് തറയിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കഴിക്കാമെന്ന്. അതൊക്കെ ഒരു സന്തോഷമല്ലേ. അങ്ങനെ ഞാൻ ചോറൊക്കെ അതിലേക്ക് തട്ടിയിട്ട് ആവശ്യത്തിന് കിഴങ്ങൊക്കെ ഇങ്ങനെ സെർവ് ചെയ്യാണ്. നമുക്ക് 3 പേർക്ക് കൂടെ കഴിക്കാനാണ് ഇങ്ങനെ സെർവ് ചെയ്യുന്നത്. ഇത് ഒരാൾക്ക് വേണ്ടിയിട്ട് വിളമ്പുന്നതല്ല കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് പൊരിച്ച മീനും കിഴങ്ങും പിന്നെ വന്നിട്ട് മേലിൽ നിന്ന് മറ്റേമ്മ വന്നിട്ട് എനിക്ക് നല്ല അടിപൊളി മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് അരിഞ്ഞ് ഇതുപോലെ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മാങ്ങ അച്ചാർ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊക്കെ പപ്പടമില്ലാതൊരു ജീവിതമില്ല ഗൈസ്. അങ്ങനെ പൊരിച്ച പപ്പടവും അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. മീൻകറി വന്നിട്ട് ആവശ്യത്തിന് എടുത്ത് ഒഴിക്കട്ടെ എന്ന് കരുതി ഞാൻ ചട്ടിയോട് തന്നെ എടുത്ത് സൈഡിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. വിഷുക്കുട്ടീനെ വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇപ്പോൾ വിശപ്പില്ല മമ്മ എന്ന് പറഞ്ഞിട്ട് അവൾ പോയി കിടന്നു. അതുകൊണ്ട് അവൾക്ക് ഉള്ള ചോറ് മാറ്റി വെച്ചിട്ട് നമ്മൾ ചോറും മീൻകറിയും കൂട്ടി നന്നായിട്ട് കഴിക്കുകയാണ് ഗായ്സ്. എന്താ ടേസ്റ്റ് എന്നറിയാമോ, ഇത് വോയിസ് ഓവർ ചെയ്യുമ്പോഴും എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. നല്ല അടിപൊളി വെണ്ണപ്പോലത്തെ കപ്പയും മീൻകറിയും ഒരു കഷ്ണം അയല വറുത്തതും മാങ്ങാച്ചാറും കൂടെ കൂട്ടി കഴിക്കുകയാണ് ഗായ്സ്. ഇതാണ് ഗായ്സ് യഥാർത്ഥ ലക്ഷറി ലൈഫ്, വേറൊന്നുമല്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ.